മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ അധ്വാനങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത് യേശുനാഥൻ ബെത്സയിദ കുളക്കരയിലെത്തിയപ്പോൾ അവിടെ 38 വർഷമായിട്ട് തളർന്നു കിടന്നിരുന്ന ഒരു തളർവാദ രോഗിയുണ്ടായിരുന്നു. ഈശോ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനോട് ചോദിക്കുക, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ അവൻ പറയുകയാണ്, കർത്താവെ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാനായിട്ട് ആരുമില്ല, എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല എന്ന്. അപ്പോൾ ഈശോ അവനോട് പറയുകയാണ്, നിന്റെ കിടക്കയും എടുത്ത് നീ പോവുക എന്ന്. അവൻ ഈശോയോട് പറയുന്നത്, എന്നെ സഹായിക്കാൻ ആരുമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹായിക്കാൻ ആരുമില്ലാത്തിടത്ത് പ്രവർത്തിക്കുകയും സഹായിക്കുകയും അവൻ്റെ ജീവിതത്തെ ഉയർത്തുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിൽ നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ളൊരു വേദനയുണ്ടോ? ദൈവം നിൻ്റെ അരികിലുണ്ട്. ദൈവം നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. ദൈവം നിന്നെ സഹായിക്കും. ഈ ഒരു ചിന്തയാണ് നിന്റെ ഹൃദയത്തിൽ ഈ പ്രഭാതത്തിൽ നീ സൂക്ഷിക്കേണ്ടത്. മനുഷ്യന് അസാധ്യമായ ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ ലഭിക്കാത്ത ചില അവസ്ഥകളുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ള തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൽ നീ നേടിയെടുക്കണം. മനുഷ്യ സഹായമില്ലാത്തിടത്ത് ദൈവം സഹായിക്കും. ഈ സുവിശേഷത്തിൽ ഈ തളർവാദ രോഗിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ്. വീണ്ടും സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ തളർവാദ രോഗിയോട് പറയുകയാണ്, നിന്റെ കിടക്കയും എടുത്ത് നീ നടക്കുക. അതുവരെ അവനെ കിടക്ക ചുമന്നു. പക്ഷെ ആ നിമിഷം മുതൽ അവനെ ചുമന്ന കിടക്കയെ അവൻ ചുമക്കാനായിട്ട് തുടങ്ങിയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നിന്റെ ജീവിതത്തിൽ ചില ദുശീലങ്ങൾ നിനക്കുണ്ടാവാം, ചില പാപ അവസ്ഥകൾ നിന്റെ ജീവിതത്തിലുണ്ടാകാം, ചില പ്രലോഭനങ്ങളിൽ നീ വീണു പോകുന്നുണ്ടാവാം, ചില തഴക്കദോഷങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകാം. നിന്നെ ചുമക്കുന്ന ചില ശീലങ്ങൾ, നിന്റെ ശീലങ്ങളുടെ മേൽ നിനക്കൊരു കൺട്രോൾ ഉണ്ടാവണം. നിന്റെ ശീലങ്ങളെ നീ നിയന്ത്രിക്കണം. നീ ചുമക്കാനായിട്ട് തുടങ്ങണം. ഇതുവരെ നിന്നെ നിയന്ത്രിച്ചിരുന്ന നിന്റെ ശീലങ്ങളായിരിക്കാം, നിന്റെ സ്വഭാവമായിരിക്കാം. നിന്റെ ശീലങ്ങളെ നീ ചുമക്കാൻ, അതിൻ്റെ മേൽ നിനക്കൊരു നിയന്ത്രണം ഉണ്ടാകാനായിട്ട് എന്ന് തുടങ്ങുന്നു, അന്ന് നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. പരിശോധിക്കണം, ഏതെങ്കിലും ശീലങ്ങളോ ദുശീലങ്ങളോ നിന്നെ നിയന്ത്രിക്കുന്നുണ്ടോ? അവയെ നീ നിയന്ത്രിക്കുക. കർത്താവ് നിന്നെ അതിന് സഹായിക്കും. വീണ്ടും 17-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ദൈവം എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. മകനെ, മകളെ, നീ തിരിച്ചറിയുക. നീ പ്രാർത്ഥനയോടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിച്ച് നീ ദൈവത്തോട് ആലോചന ചോദിച്ച് ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ നിന്നെ സഹായിക്കാൻ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്തേക്കല്ല നിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് ദൈവം അനങ്ങാതിരിക്കുകയല്ല ചെയ്യുന്നത്, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടി ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം ലഭിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിന്നെ ഉന്നതിയിലെത്തിക്കാനായിട്ട് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിന്റെ സഹകരണം കൂടെ അതിലുണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ പ്രവർത്തനം നിന്നിൽ ഫലദായകമാകുമെന്ന് നീ തിരിച്ചറിയണം. ഈ ചിന്തകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സൂക്ഷിക്കാം. ദൈവം നമ്മളെ കൈവിടാത്തവനാണ്. ആരുമില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടാവും. നിന്റെ ശീലങ്ങളെ ദുശീലങ്ങളെ നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കണം. ദൈവം എപ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ.
ഇന്നത്തെ ഇവരുടെ വഴികളിലും യാത്രകളിലും അധ്വാനങ്ങളും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. എല്ലാവിധ ആപത്തുകളും അപകടങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിൻ്റെ എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. സർവ്വ തിന്മകൾ ഇവരുടെ ജീവിതത്തിൽ നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.